നമസ്കാരം. വരും മണിക്കൂറുകളിൽ കേരളത്തിൽ ഉരുൾപൊട്ടലിനും വൻ പ്രളയത്തിനും സാധ്യതയേറിയതായി കാലാവസ്ഥാ നിരീക്ഷണ മുന്നറിയിപ്പ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ കടുത്ത പ്രകൃതിക്ഷോഭത്തിനുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മടിച്ചു നിന്ന കാലവർഷം അതിവേഗം ശക്തപ്പെടുക മാത്രമല്ല, മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി ചെറിയ പ്രദേശങ്ങളിൽ വൻ പ്രളയത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ വിഭാഗം നൽകിയിരിക്കുന്നത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെ വിവിധ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരുകയാണ്. നാളെ മുതൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുമെന്നാണ് പ്രവചനം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ മധ്യ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ തീരദേശ ന്യൂനമർദ്ദ പാത്തി തുടരുന്നതായാണ് മഴ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് അപകടകരമായത്. മഴവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഇത് സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് എന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ വർഷം മുണ്ടക്കയിലും കവളപ്പാറയിലും ഉണ്ടായ വിധം വൻ ദുരന്തങ്ങൾക്കായുള്ള സാധ്യത ഇക്കൊല്ലവും സംഭവിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ 2024 ജൂലൈ 30 ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിലുണ്ടായ വൻ ദുരന്തത്തിൽ 403 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു അന്ന് സംഭവിച്ചത്. 273 പേർക്കാണ് ഇതിൽ പരിക്കേറ്റത്. 180-ലധികം പേരെ കാണാതാവുകയും ചെയ്തു. മലപ്പുറം കവളപ്പാറയിൽ 2019 ഓഗസ്റ്റ് മാസത്തിലുണ്ടായ കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് വലിയൊരു പ്രദേശം അന്ന് മണ്ണിനിടയിലായി. 50ഓളം പേരാണ് ഇവിടെ മരണപ്പെട്ടത്. വയനാട്ടിലെ പുത്തുമലയിൽ 2019-ലുണ്ടായ മലയിടിച്ചിലിൽ നിരവധി പേർ ഒലിച്ചു പോവുകയും വലിയ ഭൂപ്രദേശം മഴവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുകയും ചെയ്തു. മൂന്നാർ പെട്ടിമുടിയിൽ 2020 ഓഗസ്റ്റ് മാസത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ലായങ്ങൾ പൂർണ്ണമായും തകർത്തു. 70-ലധികം തോട്ടം തൊഴിലാളികളാണ് ഇവിടെ ദുരന്തത്തിന് ഇരയായത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും പശ്ചിമഘട്ട മലനിരകളിലെ അതിശക്തമായ മഴ കൊണ്ടും കേരളത്തിൽ ആലപ്പുഴയൊഴികെ 13 ജില്ലകളും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളവയാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിയുടെ ഡേറ്റ പ്രകാരം സംസ്ഥാനത്തിന്റെ 14.4% പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണ്. കേരളത്തിന് 48% ഭൂപ്രദേശവും മലനാടാണ്. 41% ഭാഗങ്ങൾ പശ്ചിമഘട്ടത്തോട് അടുത്ത് കിടക്കുന്ന ഇടനാട്. 11% പ്രദേശം മാത്രമാണ് പരന്നു കിടക്കുന്ന തീരദേശം. കേരളത്തിലെ 13% ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നതായി പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. മിഷിഗൺ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയും പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലുമായി ചേർന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ നടത്തിയ പഠനത്തിലാണ് ഈ സുപ്രധാനമായ കണ്ടെത്തൽ. 1990 മുതൽ 2020 വരെയുള്ള മണ്ണിടിച്ചിലുകളുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളുടെ ദുർബലത വർദ്ധിപ്പിക്കുന്ന പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ് എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്.